കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷൻ താങ്കളുടെ ഗൂഢാലോചനാ വാദത്തിന്റെ ആണിക്കല്ലായി അവതരിപ്പിച്ച മഞ്ജു വാര്യരുടെ മൊഴി പ്രതിഭാഗത്തിന്റെ ശക്തമായ ക്രോസ് വിസ്താരത്തിൽ വിള്ളലുകൾ വീണതോടെ കേസിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങി. ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിൽ ഈ മൊഴി നിർണായകമാകുമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ കണക്കുകൂട്ടൽ. ദിലീപിന് അതിജീവതയോട് കടുത്ത വൈരാഗ്യമുണ്ടാകാനുള്ള കാരണം സ്ഥാപിക്കാൻ മഞ്ജുവിന്റെ മൊഴിക്ക് കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ ഈ മൊഴിയിൽ പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയ വൈരുദ്ധ്യങ്ങൾ പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് അടിത്തറയിട്ട കഥ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. ദിലീപിന് അതിജീവതയോടുണ്ടായിരുന്ന വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെ പ്രധാന പ്രേരണയെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ കേന്ദ്രവാദം. ദിലീപും നടി കാവ്യ മാധവനും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് തന്റെ അന്നത്തെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരെ അറിയിച്ചത് അതിജീവതയാണെന്ന് ദിലീപ് ഉറച്ചു വിശ്വസിച്ചിരുന്നുവെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ഈ വെളിപ്പെടുത്തലാണ് 17 വർഷം നീണ്ട ദാമ്പത്യബന്ധം തകരാനും ഒടുവിൽ വിവാഹമോചനത്തിൽ കലാശിക്കാനും കാരണമായതെന്നും അതാണ് ദിലീപിൽ അതിജീവിതയോടുള്ള തീരാത്ത പകയായി മാറിയതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. 2012 ഫെബ്രുവരി 12 സംഭവങ്ങളുടെ തുടക്കമെന്ന് മഞ്ജു മൊഴി നൽകി. ഷൂട്ടിങ്ങിനായി പുറത്തുപോയ ദിലീപിന്റെ പഴയ ഫോണിൽ നടി കാവ്യ മാധവൻ അയച്ച സ്വകാര്യ സന്ദേശങ്ങൾ താൻ കണ്ടതെന്നും ആ സന്ദേശങ്ങൾ ഇരുവരും തമ്മിലുള്ള അടുപ്പം വ്യക്തമാക്കുന്നതായിരുന്നുവെന്നും മഞ്ജു പറഞ്ഞു. കാവ്യ തന്റെ അടുത്ത സുഹൃത്തായിരുന്നതിനാൽ ഭർത്താവുമായി അവർക്കിടയിൽ ഇത്തരമൊരു ബന്ധമുണ്ടെന്നറിഞ്ഞ് തന്റെ മാനസികമായി തകർന്നുവെന്നും അവർ മൊഴിയിൽ വ്യക്തമാക്കി. ഈ സന്ദേശങ്ങൾ കണ്ടതിന് പിന്നാലെ ദിലീപിനെ ഫോണിൽ വിളിച്ചെങ്കിലും ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെന്ന് പറഞ്ഞ അദ്ദേഹം സംഭാഷണം ഒഴിവാക്കിയതായും തുടർന്ന് കാവ്യയെ വിളിച്ചപ്പോൾ അവരും വിഷയം ഒഴിവാക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും മഞ്ജു പറഞ്ഞു. ഇതോടെയാണ് കാവ്യയുടെ അമ്മയെ വിളിച്ചതെന്നും ആ സംഭാഷണത്തിൽ ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും കാവ്യയുടെ അമ്മ സമ്മതിച്ചെന്നും മഞ്ജു മൊഴി നൽകി. ഈ ബന്ധത്തെക്കുറിച്ച് അതിജീവതയ്ക്കും ഗായിക റിമി ടോമിക്കും മുൻകൂട്ടി അറിയാമായിരുന്നുവെന്ന വിവരം കാവ്യയുടെ അമ്മയിൽ നിന്ന് ലഭിച്ചതായി മഞ്ജു പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മഞ്ജു തന്റെ അടുത്ത സുഹൃത്തുക്കളായ ഗീതു മോഹൻദാസിന്റെയും സംയുക്ത വർമ്മയെയും വിവരം അറിയിച്ചുവെന്നും 2012 ഫെബ്രുവരി 14 ഇരുവരോടൊപ്പം അതിജീവിതയുടെ വീട്ടിലെത്തി അവരുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും മൊഴിയിൽ പറയുന്നു. ആദ്യം ഇതേക്കുറിച്ച് സംസാരിക്കാൻ അതിജീവിത തയ്യാറായില്ലെങ്കിലും പിതാവിന്റെ നിർബന്ധപ്രകാരം തനിക്കറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞുവെന്നും മഞ്ജു കോടതിയിൽ വ്യക്തമാക്കി. അന്നേ ദിവസം വൈകുന്നേരം സംയുക്ത വർമ്മയുടെ വീട്ടിലെത്തിയ മഞ്ജു അവിടെ നിന്നും കാവ്യയുടെ അമ്മയെ ഫോണിൽ വിളിച്ചു. അതിജീവിതയിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചപ്പോൾ ഈ ബന്ധം തുടരില്ലെന്നും കാവ്യ തനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അതിൻ്റെ ഭാഗമായി കാവ്യ തിരികെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുകയാണെന്നും കാവ്യയുടെ അമ്മ പറഞ്ഞതായി മഞ്ജു മൊഴി നൽകി. ഈ വിവരങ്ങൾ ലഭിച്ചതിന് ശേഷം ദിലീപിൻ്റെ ബന്ധുക്കളെ മഞ്ജു കാര്യങ്ങൾ അറിയിച്ചുവെങ്കിലും 2 ദിവസത്തിന് ശേഷം വീട്ടിലെത്തി ദിലീപിനോട് നേരിട്ട് ചോദിച്ചപ്പോൾ കാവ്യ ഒരു പൊട്ടിയാണ്, ഒരു ബാലസ്വഭാവമുള്ള കുട്ടിയാണ്, അവൾ അയക്കുന്ന സന്ദേശങ്ങൾ ഗൗരവമായി എടുക്കേണ്ടതില്ല എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയതെന്നും മഞ്ജു പറഞ്ഞു. ഈ ഒഴുക്കൻ പ്രതികരണമാണ് ഇരുവരുടെയും ബന്ധത്തിൽ പരിഹരിക്കാനാവാത്ത വിള്ളൽ സൃഷ്ടിച്ചതെന്നും ഒടുവിൽ 2015 ജനുവരിയിൽ നിയമപരമായി വിവാഹമോചനം നേടുകയായിരുന്നുവെന്നും മൊഴിയിൽ പറയുന്നു. പ്രോസിക്യൂഷന്റെ ഈ വാദങ്ങൾക്ക് മറുപടിയായി അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള പ്രതിഭാഗം മഞ്ജു വാര്യരുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളാണ് ക്രോസ് വിസ്താരത്തിൽ ചൂണ്ടിക്കാണിച്ചത്. ആദ്യം വിവാഹമോചന ഹർജി നൽകിയ ദിലീപാണെന്നും പിന്നീട് അത് പരസ്പര സമ്മതപ്രകാരമുള്ള ഹർജിയായി മാറ്റിയത് മഞ്ജുവിൻ്റെ ഇടപെടലിലൂടെയാണെന്നും പ്രതിഭാഗം വാദിച്ചു. കാവ്യയുമായുള്ള ബന്ധം നിയമപരമായി തെളിയിക്കാൻ കഴിയില്ലെന്ന ബോധ്യമാണ് ഇതിന് പിന്നിലെന്നും പ്രതിഭാഗം കോടതിയിൽ വ്യക്തമാക്കി. വിവാഹമോചന ഹർജി പരസ്പര സമ്മതപ്രകാരമാക്കാൻ അഭിഭാഷകരെയോ ബന്ധുക്കളെയോ അയച്ചിരുന്നോ എന്ന ചോദ്യത്തിന് അത്തരം കാര്യങ്ങൾ ഓർക്കുന്നില്ലെന്നായിരുന്നു മഞ്ജുവിൻ്റെ മറുപടി. ഈ ഓർമ്മക്കുറവ് കോടതി രേഖകളിൽ പ്രത്യേകം രേഖപ്പെടുത്തിയതും സാക്ഷിയുടെ മൊഴിയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന ഘടകമായി മാറിയതുമാണ് പ്രതിഭാഗം ഉയർത്തിക്കാട്ടിയത്. അവസാനമായി ദിലീപിന് അതിജീവിതയോടുള്ള വൈരാഗ്യം സ്ഥാപിക്കാൻ മഞ്ജു വാര്യരുടെ മൊഴിക്ക് ഒരു പരിധിവരെ കഴിഞ്ഞെങ്കിലും ക്രോസ് വിസ്താരത്തിൽ പറഞ്ഞു വന്ന വൈരുദ്ധ്യങ്ങൾ ഗൂഢാലോചന കുറ്റം അസന്നിഗ്ധമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയത്തിലേക്ക് നയിച്ചു. സാക്ഷിയുടെ മൊഴിയുടെ വിശ്വാസ്യതയിൽ കോടതി സംശയം പ്രകടിപ്പിക്കാൻ ഈ വൈരുദ്ധ്യങ്ങൾ മതിയാകുന്നതായാണ് വിലയിരുത്തൽ. കേസിൻ്റെ അന്തിമ ഫലത്തെ സ്വാധീനിച്ച പ്രധാന ഘടകങ്ങളിലൊന്നായി മഞ്ജു വാര്യരുടെ മൊഴിയും അതിലെ പൊരുത്തക്കേടുകളും മാറിയെന്നാണ് നിയമവൃത്തങ്ങൾ വിലയിരുത്തുന്നത്.